4 മാസത്തെ കാത്തിരിപ്പിന് വിരാമം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് അവസാന യാത്രയറിയിപ്പ് നൽകാൻ രാജ്യം ഒരുങ്ങുന്നു. ഫെബ്രുവരി 28 അമേരിക്കൻ ഇസ്രയേലി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖമേനിയുടെ മൃതദേഹത്തെക്കുറിച്ച് ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലായിരുന്നുവെങ്കിലും ജൂൺ 21 നടക്കാനിരിക്കുന്ന സംസ്കാര ചടങ്ങുകളുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സാധാരണ ഒരു യാത്രയയപ്പല്ല ഇത്. ആധുനിക ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനസഞ്ചയം ഇതിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ടെഹ്റാൻ, ഖോം, മഷ്ഹദ് എന്നിവിടങ്ങളിലായി ഏകദേശം 2 കോടി ആളുകൾ പ്രിയ നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തുമെന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പൊതുദർശനങ്ങളും വിടപറയൽ ചടങ്ങുകളും രാജ്യത്തെ പൂർണ്ണമായും വികാരനിർഭരമാക്കും. ടെഹ്റാനിലെ പ്രധാന ചടങ്ങ് മാത്രം 24 മണിക്കൂർ നീളും. ഷിയ വിശ്വാസികൾക്ക് ഏറെ പുണ്യമായ ഇമാം റേസ ദേവാലയത്തിനടുത്തായി മഷ്ഹദിലാണ് ഖമേനിയെ സംസ്കരിക്കുക. ഇമാം റേസയുടെ സമീപത്ത് തന്നെ അടക്കം ചെയ്യണമെന്നത് ഖമേനിയുടെ അന്തിമ ആഗ്രഹമായിരുന്നു അത്രേ. ഖോം, മഷ്ഹദ് എന്നീ വിശുദ്ധ നഗരങ്ങളിലൂടെ വിലാപയാത്രയായി മൃതദേഹം കൊണ്ടുപോയ ശേഷമാകും അന്ത്യകർമ്മങ്ങൾ. ഫെബ്രുവരി 28 നടന്ന സംയുക്ത അമേരിക്കൻ ഇസ്രായേലി വ്യോമാക്രമണത്തിന് ശേഷം ഖമേനിയുടെ മൃതദേഹത്തെക്കുറിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ ഇറാൻ പുറത്തുവിട്ടിട്ടില്ല. ടെഹ്റാനിലെ പ്രധാന സംസ്കാര ചടങ്ങ് കുറഞ്ഞത് 24 മണിക്കൂർ നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷ. തുടർന്ന് മതകേന്ദ്രമായ ഖോം നഗരത്തിൽ വിലാപയാത്രയും ഒടുവിൽ മഷ്ഹദിലും ചടങ്ങുകൾ നടക്കും. ഇമാം റേസ ദേവാലയത്തിൽ ഖബറടക്കം.